രണ്ടാം കൃഷിക്കുള്ള ഒരുക്കങ്ങൾക്കിടെ രാസവളങ്ങളുടെ വിലയിലുണ്ടായ വലിയ വർധനവ് കുട്ടനാട്ടിലെ നെൽ കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്നാണ് ഫാക്ടംഫോസ്, പൊട്ടാഷ്, NPK ഉൾപ്പെടെയുള്ള വളങ്ങളുടെ വില കുതിച്ചു കയറിയത്. ഇതോടെ കൃഷി ഇറക്കിയാലും വളം വാങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് കർഷകർ എത്തി. ഫാക്ടംഫോസിന് ചാക്കൊന്നിന് 50 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ പൊട്ടാഷിന് 175 രൂപയും NPKക്ക് 400 രൂപയും വർദ്ധിച്ചു. യൂറിയയുടെ 45 കിലോ ചാക്കിന് 267 രൂപയാണ് വില. ഗൾഫിലെ ഇന്ധന പ്രതിസന്ധിയും പാചകവാതക നിയന്ത്രണവും വളമുൽപാദനത്തെ ബാധിച്ചതാണ് കാരണം. കേന്ദ്രം സബ്സിഡി വെട്ടിക്കുറച്ചതോടെ 3 വർഷത്തിനിടെ രാസവളങ്ങൾക്ക് നിരന്തരമുണ്ടായ വിലവർധന കർഷകർക്ക് ഭാരിച്ച ബാധ്യതയായി മാറിയതിന് പിന്നാലെയാണ് 2 ആഴ്ചയ്ക്കകം വളങ്ങളുടെ വില വീണ്ടും വർദ്ധിച്ചത്. വില ഇനിയും ഉയരുമെന്നാണ് വിതരണക്കാരുടെ വെളിപ്പെടുത്തൽ. വേനൽ മഴയ്ക്ക് പിന്നാലെ ഉണ്ടായ വിലവർധന കർഷകർക്ക് കനത്ത ആഘാതമായി. ഏറ്റവും അടിയന്തരമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് രാസവളങ്ങളുടെ വിലവർധനമാണ്. 50 രൂപ മുതൽ 400 രൂപ വരെ ഒരു ചാക്കിന് വില കൂടിയിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കർഷകർ പ്രയോഗിക്കുന്ന വില കുറഞ്ഞ വളമായിരുന്ന മിക്സർ 16 എന്ന് പറയുന്നതിന് 400 രൂപയാണ് 450 രൂപ കൂടിയിരിക്കുകയാണ്. 1600 നിന്ന് 2050 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പൊട്ടാഷിൻ്റെ വില 175 രൂപ കൂടി 1975 രൂപയാക്കി മാറ്റിയിരിക്കുക ഒരു ചാക്കിന്. മറ്റെല്ലാ വളങ്ങൾക്കും അമിതമായി വില വർദ്ധിപ്പിക്കുകയാണ്. പുഞ്ചകൃഷിയുടെ നെല്ലിന്റെ വില ലഭിക്കാതിരിക്കെ ജൂണിൽ വിത തുടങ്ങുകയും കാലവർഷം ശക്തമാകുകയും ചെയ്താൽ കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ വളത്തിന്റെ ലഭ്യതക്കുറവ് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ സഹകരണ സംഘങ്ങളുടെ സഹായത്തോടെ ന്യായവിലയ്ക്ക് വളം ലഭിക്കാൻ സംവിധാനമില്ലാതെ വന്നാൽ കർഷകർ വൻ ചൂഷണത്തിന് വിധേയരാകും. കാലാവസ്ഥാ വ്യതിയാനത്തിനും കൂലിവർധനയ്ക്കും പിന്നാലെ രാസവള വില വർദ്ധിച്ചതോടെ പലരും ഒന്നാം വിള ഉപേക്ഷിച്ചേക്കാവുന്ന സ്ഥിതിയിലാണുള്ളത്. അമൃത ന്യൂസ്, ആലപ്പുഴ.